നമ്മുടെ മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ ഓണക്കാലമാണല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനെ ഓണക്കാലത്ത് ആശ്രയിക്കുന്നത് പച്ചക്കറികളാണ്. അതൊക്കെ അങ്ങ് മാറിയിപ്പോൾ. ഇപ്പം പച്ചക്കറിയൊന്നും വേണമെന്നൊന്നും നിർബന്ധമില്ല. മറ്റേത് പച്ചക്കറി മാത്രമായിരുന്നു. ഓണത്തിന് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ, സദ്യ. അതാണ് ഈ ഓണസദ്യ ആയിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ മാറിയിട്ട് ഇപ്പോൾ നമ്മുടെ മലയാളികൾ ഒരുപാട് ആളുകൾ, അതായത് ഈ പച്ചക്കറി മാത്രം കഴിച്ച് സസ്യഭുക്കായിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ മത്സ്യം, മീനും അതുപോലെ തന്നെ പിന്നെ മാംസാഹാരവും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓണത്തിനും. അത് വലിയൊരു ഒരു പ്രശ്നമല്ല, അവർക്ക് അങ്ങനെ ഇപ്പം കഴിക്കാം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതെന്തോ ആവട്ടെ, എന്നാലും പച്ചക്കറി ഒരുപാട് ആവശ്യം വരുന്ന ഒരു സീസൺ, ചിലവ് വരുന്ന ഒരു സീസണാണിത്. ഇപ്പോൾ നമുക്ക് സാമ്പാർ വെക്കണം, അതുപോലെ തന്നെ അവിയൽ വെക്കണം, പിന്നെ എന്തെങ്കിലും തോരനൊക്കെ വെക്കണം, അല്ലെങ്കിൽ അതേപോലെ തുടങ്ങി ഈ എരിശ്ശേരി, അതുമാത്രം കാളൻ, അതുപോലെ പച്ചടി, കിച്ചടി, പിന്നെ വേറെ നമ്മളെ ഇതേപോലെ ഉള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പച്ചക്കറി ഇല്ലാതെ പറ്റത്തില്ല. പച്ചക്കറി വേണം. അപ്പോൾ ഈ പച്ചക്കറികളെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഇൻറ്റിമേഷൻ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലും കിട്ടിയിട്ടുണ്ട്. ആ ഇൻറ്റിമേഷൻ എന്ന് പറയുന്നത്, അവിടെ ലാബിൽ പരിശോധനയ്ക്ക് ഈ പച്ചക്കറികൾ വിധേയമാക്കിയപ്പോൾ അതിൽ ക്രമാതീതമായിട്ട് ഇതിൻ്റെ അതായത് ഈ മരുന്നുകളുണ്ടല്ലോ, വിഷാംശം അത് കാണുന്നു. അതായത് ഈ വിഷങ്ങൾ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. മരുന്നെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല, വിഷവസ്തുക്കളാണ്, കീടനാശിനികൾ ഉപയോഗിച്ചതായിട്ട് കാണുന്നു. അപ്പോൾ അതിൻ്റെ അളവെന്ന് പറയുന്നത്, പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഈ ഉപയോഗിക്കാവുന്നത്, അതായത് ഈ ഇങ്ങനെയുള്ള കീടനാശിനികൾ ഉപയോഗിക്കാവുന്നത്, കീടനാശിനികളില്ലാതെ ഒന്നും കൃഷി ചെയ്യാനൊക്കത്തില്ല, അത് വേറെ കാര്യം. ഉപയോഗിക്കാവുന്നത് അതിൻ്റെ അളവെന്ന് പറയുന്നത് 0.1 മില്ലിഗ്രാം പെർ കിലോഗ്രാം ആണ്. അതായത് ഇപ്പോൾ 1 കിലോ പച്ചക്കറി എടുത്താൽ അതിനകത്ത് 0.1 മില്ലിഗ്രാമിന് താഴെ വിഷാംശം പാടുള്ളൂ. അതാണ് പെർമിസിബിൾ ലിമിറ്റ്. അതിൽ കൂടിക്കഴിഞ്ഞാൽ ഇത് അപകടകാരിയാണ്, വളരെ ആരോഗ്യത്തിന് അപകടം ചെയ്യും. 0.1 താഴെയാണെങ്കിൽ പോലും വിഷാംശം ഉണ്ടെങ്കിൽ, കീടനാശിനിയുടെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കൃഷിയും ചെയ്യാൻ പറ്റത്തില്ല, ആ രീതിയായി. അപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ഭയന്നിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് വീട്ടിൽ ഈ വെണ്ട വഴുതന ഉണ്ടാകുന്നുണ്ട്. അതിന് വലിയ പ്രശ്നമില്ല, ഇഷ്ടം പോലെ വഴുതനങ്ങ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ അത് തഴച്ച് വളർന്ന് അതിൽ നിന്ന് നല്ല വഴുതന വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇലയിലെല്ലാം ഏതാണ്ട് ദ്വാരങ്ങൾ വീണിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്നാലും അത് വലിയ പ്രശ്നമില്ലാതെ അത് നിൽക്കുന്നുണ്ട്. പക്ഷെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, നട്ട് നല്ല രീതിയിൽ അതങ്ങോട്ട് വന്നു, കായ്ച്ചുകൊണ്ടുന്ന വെണ്ടയ്ക്കയാണ്. അപ്പോൾ അത് മുഴുവൻ നമ്മുടെ ഈ ഒച്ചുണ്ടല്ലോ, ആഫ്രിക്കൻ ഒച്ചെന്ന് പറയുന്ന വലിയ സാധനം, ഇത്രയും വലിപ്പമുള്ളത്, ഇത് കയറി ഇല്ല ശംഖ് പോലെ ഇരിക്കും. ആ സാധനം കയറിയിട്ട് ഇത് മുഴുവൻ അങ്ങ് തിന്നുക, ഇല മുഴുവൻ അങ്ങ് തിന്നു. ഇല മുഴുവൻ തിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അതിന് തണ്ട് മാത്രമേ ഉള്ളൂ, വെണ്ടയ്ക്കായി നിൽപ്പുണ്ട്, തീർന്നു. അവസാനം ഒരു ദിവസം നോക്കിയപ്പോൾ എന്തെന്നറിയോ, ഇതിങ്ങനെ ചാഞ്ഞത്ത ഉച്ചുകുത്തി കിടക്കും. നോക്കിയപ്പോൾ അതിനകത്ത് 7 ഒച്ചുകളായിരിക്കുന്നത്. ഇതിനെല്ലാം ഞാൻ കൊന്നു. കുറേ നാളായിട്ട് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഈ ആഫ്രിക്കൻ ഒച്ചിനെ കൊല്ലുന്നതാണ് ഞങ്ങളുടെ പണി. അത് പകൽ ഇറങ്ങി വരത്തില്ല, പകൽ ഏതെങ്കിലും മതിലിലൊക്കെ ഇങ്ങനെ പോയി പറ്റിയിരിക്കും. അപ്പോൾ ആ പറ്റിയിരിക്കുന്നതിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ആദ്യം ഞങ്ങൾ ഈ ഉപ്പ് പൊടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കും. ഇമ്മീഡിയറ്റ്ലി ഒരു ശകലം സ്ഥലത്തിനകത്ത് ഇത് പൊഴിഞ്ഞു വീഴും. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഒരാൾ എനിക്ക് പറഞ്ഞു തന്നത്, ഇതിൻ്റെ ഒരു എക്സ്പെർട്ട് പറഞ്ഞു തന്നത്, ഇതുമൂലം കൊലപാതകം ശരിയായിട്ട് നടക്കുന്നില്ല ഇതിൻ്റെത്. കാരണം അത് പിന്നെയും ജീവിച്ച് വരാം മുഴുവൻ, അല്ലെങ്കിൽ ഉപ്പ് അതിനകത്ത് വീണ്ടും ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിലും നല്ലത് എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നത്, നമ്മുടെ തുരിശുണ്ടല്ലോ, കോപ്പർ സൾഫേറ്റ്, ഇത് വെള്ളത്തിലോട്ട് കലക്കിയിട്ട് നമ്മൾ ഈ സ്പ്രേ ചെയ്യാനുള്ള കുപ്പി ഉണ്ടല്ലോ, അത് ഞാൻ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. അതിനകത്ത് ഈ ലായനി ഒഴിച്ചിട്ട് അത് ഇതിൻ്റെ മുകളിലോട്ട് തളിച്ചു കൊടുത്താൽ മതി. ഉപ്പിൻ്റെ അത്രയും സ്പീഡിൽ ഇത് വീഴത്തില്ല, പക്ഷേ അതിൻ്റെ ഉപ്പിന് ഇത് ഇട്ടാൽ വീഴുന്നതിൻ്റെ ഒരു ഇരട്ടി സമയം എടുക്കും ഇത് താഴെ വീഴാൻ. പക്ഷെ താഴെ വീണാൽ ഇത് മൊത്തവും ഇതിൻ്റെ മാംസം എല്ലാം കൂടെ അങ്ങോട്ട്
പൊങ്ങി ഇങ്ങി വരും. നല്ല ഒരു മനസ്സിന് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് അത്. കാരണം ഇത് ഇത്രയും നാശം ചെയ്യുന്ന ഒരു സാധനം ഇതിനെ കൊല്ലാൻ പറ്റുന്നല്ലോ. ഇത് വരുന്നത് എപ്പോഴാണെന്നറിയോ? ഇത് സന്ധ്യയ്ക്കാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. ഇത് പകലിത് തിന്നാൻ ഇറങ്ങത്തില്ല. ഈ ചെടികളെ സമീപിക്കുന്നത് സന്ധ്യയ്ക്കാണ്. ഒരു സാധനവും നടാൻ ഒക്കത്തില്ല. ഇവിടെ കാണാൻ നല്ല ചെടി എൻ്റെ വൈഫ് കൊണ്ടുവച്ചിരുന്നു. 2-3 പോട്ടിനകത്ത് നല്ല ചെടിയാണ് അത്. അതിൻ്റെ ഒരൊറ്റ എണ്ണത്തിൻ്റെ ഇലയിൽ തണ്ട് മാത്രമേ ഉള്ളതിന്. മുഴുവനായിട്ട് അതെടുത്ത് കളയണ്ടായിട്ട് വന്നു. അത് നല്ല വളരെ വില കൂടിയ ചെടികളാണ്. അത് പോയി. അതേപോലുള്ള ഒരുപാട് കൃഷി മുഴുവൻ നശിപ്പിക്കാം. എന്തിനു പറയുന്നു? ഞാൻ ഈ കുരുമുളക് കൃഷി ചെയ്യാനായിട്ട് തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ നല്ല ഈ നമ്മളെ PVCയുടെ വലിയ പൈപ്പ് ഉണ്ടല്ലോ നിർത്തി താഴെ തറ കോൺക്രീറ്റ് ചെയ്തു. നല്ല ഉയരത്തിൽ അതങ്ങോട്ട് നിർത്തി കുരുമുളക് പൊടി എൻ്റെ കസിൻ തന്ന കുരുമുളക് പൊടി കൊണ്ടുവന്നു. ഒരെണ്ണത്തിനകത്ത് ഒരു 2 എണ്ണം വെച്ച് അപ്പുറമായിട്ട് നട്ടു. അതിനൊക്കെ ഇഷ്ടം പോലെ വളമൊക്കെ ഇട്ടാണ് നട്ടു കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്കൊരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നു. ഒരു 6 ദിവസം ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. തിരിച്ചു വന്ന് നോക്കിയപ്പം ഇതിൻ്റെ ഒരൊറ്റ ഇലയില്ല. ഈ കുരുമുളക് പൊടിയുടെ ഇല തിന്നും എന്നുള്ള വിവരം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അല്ലെങ്കിലും നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. എന്നിട്ട് ആ തിന്നതിന് ഇതിനെയൊന്നിനെയും കാണാനില്ല. അവിടെ മതിലയിലൊക്കെ ഇരുന്നതിനെ മുഴുവൻ ഞാൻ റെഡിയാക്കി. ഇത് മുഴുവൻ ഇതിറങ്ങി തിന്നതാണ്. അപ്പോൾ അതിൻ്റെ തണ്ട് മാത്രമേ ഉള്ളൂ. ഇനി അതിൽ നിന്ന് കിളിർത്ത് വരുമായിരിക്കും. ഇല്ലെങ്കിൽ വേറെ തൈ വാങ്ങി വെക്കണം. ആ രീതിയിലിരിക്കുകയാണ്. അപ്പം ഇത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരു കൃഷി നമുക്ക് ഈ കീടനാശിനികളുടെ സഹായം ഇല്ലാതെ ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ അതിൻ്റെ അതിപ്രസരം ഉണ്ടെങ്കിലോ, ഇവിടെ ഓരോന്ന് പുകയില മറ്റേതിനകത്ത് കലക്കി സോപ്പ് വെള്ളം കലക്കി ഇങ്ങനെ അടിച്ചാൽ മതി എന്നൊക്കെ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ചിലപ്പോൾ ഒരു ശകലം അല്പനേരത്തേക്ക് നിൽക്കും മാത്രം. ഈ മഴ ഇങ്ങനെ വീണുകൊണ്ടിരിക്കല്ലേ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സാധനം, ഇപ്പോൾ പുകയില കഷായം, അതിനകത്ത് നമ്മൾ ബാർ സോപ്പും കൂടെ ഒക്കെ ഇട്ട് കലക്കി ഞങ്ങളിതൊക്കെ പണിഞ്ഞു നോക്കിയിട്ടുണ്ട്. അതൊന്നും വളരെ എഫക്റ്റീവ് അല്ല. പക്ഷേ അല്ലാത്ത ഒരു വിഷം ഏതെങ്കിലും കീടനാശിനി വാങ്ങി അടിച്ചാൽ ഇത് എഫക്റ്റീവാണ്. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താ? നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനമല്ലേ, നമുക്ക് കൃഷി ചെയ്ത് ഉപയോഗിക്കാനൊക്കത്തില്ല. അത് കാരണം അത് ഞങ്ങളങ്ങ് ഒഴിവാക്കും. അത് കീടനാശിനി ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കുന്നില്ല. കുറേ പുകയില കഷായത്തിലും ഒക്കെയാണ് നിന്ന് പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലൊന്ന് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കീടങ്ങൾ സമ്മതിക്കത്തില്ല. തെങ്ങ് വരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അത് വളരെ ടീൻറ്റുടി തെങ്ങ് വാങ്ങിച്ചു വെച്ച് അത് എൻ്റെ ഒരു 3 മൂട് തെങ്ങാണ് കായ്ച്ചുകൊണ്ട് നിൽക്കുന്ന തെങ്ങ് താഴെ വീണത്. അത് പോയി. അതുപോലെ അപ്പം നാടൻ തെങ്ങ് അതിന് പകരം വെക്കാമെന്ന് വിചാരിച്ചു. 2 നാടൻ തെങ്ങ് വാങ്ങിച്ചു വെച്ചു. അതിൻ്റെ തൈ, അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ മണ്ട പോലും കുത്തി താഴെ ഇട്ടു. അപ്പോൾ അത് ചെല്ലി. പിന്നെ അതിന് ഞാൻ ഇതുപോലെ വിഷമൊക്കെ അതിനകത്തൊക്കെ അടിച്ചിട്ടിരിക്കുക. അപ്പം എന്ത് ചെയ്യാനൊക്കും, സഹിക്കാൻ ഒക്കത്തില്ല. അപ്പം നമുക്കൊന്നും തിന്നാൻ വയ്യാത്തൊരു സിറ്റുവേഷനായി. പിന്നെ ഏതോ വൃത്തികെട്ടവനുണ്ടല്ലോ, വിദേശത്തെങ്ങാണ്ട് പോയി കൊണ്ടുവന്നതാണ് പഠിക്കാനെന്നെങ്ങാണ്ട് പറഞ്ഞ്. അവന് ഗുണം പിടിക്കത്തില്ല എന്തായാലും. ഈ ആഫ്രിക്കൻ ഒച്ചിനെ കൊണ്ടുവന്നാൽ പഠിക്കാൻ. അതോടുകൂടി റിസർച്ച് നടത്താൻ കൊണ്ടുവന്നതെന്ന്. റിസർച്ച് നടത്തിയിട്ട് അതിനെ അങ്ങ് കൊന്നിട്ട് വരുന്നെങ്കിൽ കുഴപ്പമില്ല. റിസർച്ച് അങ്ങോട്ട് നടത്തി ഈ നാട് മുഴുവൻ ഇതുണ്ട്. ഇതിൻ്റെ അതിപ്രസരമാണ് ഇപ്പോൾ ഉള്ളത്. റോഡിൽ പോലും നമുക്ക് ഇറങ്ങാൻ ഒക്കത്തില്ല. വഴിയിലെല്ലാം റോഡിലെല്ലാം ഇതാണ് വണ്ടി കയറി കിടക്കുന്ന കാണാം. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. അത് റോഡിൽ നിന്ന് ഓരോ വീടുകളിലേക്ക് കയറും. വലിയ ഉപദ്രവമാണ് ഇതിനെ കൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏതായാലും നമ്മൾ കീടനാശിനികൾ കുറവുള്ള പഴങ്ങളിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ, പഴങ്ങളിലും പച്ചക്കറികളിലുമാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. വളരെ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഇപ്പോൾ ഗ്രേപ്സ്, മുന്തിരിങ്ങ, അതേപോലെ തന്നെ അതേപോലെ ഈ പ്ലം ഉണ്ടല്ലോ, പ്ലം, ഇതിനകത്തൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇത് പിടിക്കുന്നത് എല്ലാം. ആപ്പിളിനകത്തൊക്കെ പിന്നെ DDT പോലുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. അതൊക്കെ നമ്മൾ ഒരു ഓസോൺ മെഷീനുണ്ട്, അതിനകത്ത് ഇട്ടിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ ഒരു വിശ്വാസം ഇത് ഒത്തിരി പോകുന്നതാണ്. പക്ഷേ ഈ വിഷം, പക്ഷേ അതൊന്നും പോകുന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. വളരെ വലിയ മാരകമായ അസുഖങ്ങളുണ്ടാകും. പഴങ്ങളിൽ ഏറ്റവും വിഷം കുറവ് ഉള്ള വരുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് കർണാടകയിൽ നിന്നും, അതുപോലെ തന്നെ ജാർഖണ്ഡ് തുടങ്ങിയ ഒറീസയിൽ നിന്ന് കഞ്ചാവേ വരത്തുള്ളൂ. ഈ കീടനാശിനി കലർന്നൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെയുള്ളത് അതിനകത്ത് തീരെയില്ല. കുറവുള്ളത് അതാണ്.
അതുപോലെ നമുക്ക് ഈ അല്ല കർണാടകയിൽ നിന്ന് വരുന്നതിൽ വിഷമുണ്ട്. ഈ ജാർഖണ്ഡിലൊക്കെ എന്നൊക്കെ ഉള്ളത് ഒട്ടും വിഷമില്ല. ഒറീസയിൽ നിന്നൊക്കെ വരുന്നത്, അത് ഹരിയാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത് കുഴപ്പമില്ല. ബാക്കിയൊക്കെ വളരെ ബത്തപ്പാടാണ്. നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കി ഇങ്ങോട്ട് അയക്കാനായിട്ട് തന്നെ പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഒന്നും തിന്നാൻ വയ്യാത്ത കാലമായി. ഹോട്ടലിൽ നിന്ന് ആഹാരം വാങ്ങിച്ച് കഴിക്കാൻ ഒക്കത്തില്ല. കാരണം ഒരുപാട് അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായി ഒരുപാട് അസുഖം വരിക, മരണം വരെ സംഭവിക്കാൻ പലപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. പല ആഹാരങ്ങളും കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ വാങ്ങിക്കാൻ മീനിനകത്ത് മീൻ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമോ? അതിനകത്ത് വിഷം ഒഴിച്ച് അമോണിയ എല്ലാം കൂടെ ചേർത്താണ് നമുക്ക് കൊണ്ടുതരുന്നത്. അതുപോലും തിന്നാൻ പറ്റത്തില്ല. മാംസത്തിനകത്ത് പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ ആ മാംസം കഴിക്കാറില്ലാത്തതുകൊണ്ട് എനിക്ക് ആ പ്രശ്നമില്ല. അതുകൊണ്ട് എനിക്കത് അറിഞ്ഞും കൂടാ. പക്ഷേ ഞാൻ മീൻ കഴിക്കും. ഇപ്പം മീൻ കഴിക്കാൻ വയ്യാതായി. കാരണം വിഷമില്ലാത്ത മീൻ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് കടപ്പുറത്ത് പോയി പോലും നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ ഒക്കത്തില്ല. കാരണം അത് വള്ളത്തിൽ പോകുമ്പം ഇവന്മാർ ഇതും കൂടെ കൊണ്ടുപോകും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അത് ഇട്ടുകൊണ്ട് വരും. കാരണം മീൻ ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ വളരെ ദ്രോഹം നമ്മുടെ ആരോഗ്യത്തിനെ ഇവരെല്ലാം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. വളരെ കഷ്ടമാണ്, ബുദ്ധിമുട്ടാണ്. ജീവിതം ദുസ്സഹമായിട്ട് മാറി.